ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം സങ്കീർത്തനം 50-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണ്. സ്തോത്രം എന്ന ആ യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. ആസാഫിന്റെ സങ്കീർത്തനമാണ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ. അപ്പൊ ഒരു സ്തോത്രം ഒരാൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു യാഗം അർപ്പിക്കുന്നത് പോലെയാണ്. നമുക്കറിയാം പലതരത്തിലുള്ള യാഗങ്ങൾ. കോഴിയെ യാഗം കഴിക്കും, പട്ടിയെ അറുത്ത് യാഗം കഴിക്കും, കാളയെ അറുത്ത് യാഗം കഴിക്കും. ഇവിടെ ദൈവത്തിന് ഒരു സ്തോത്രം ഒരു വ്യക്തി അർപ്പിക്കുമ്പോൾ അത് ഒരു കാളയെ അർപ്പിക്കുന്നത് പോലെയാണെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. നമുക്ക് സങ്കീർത്തനം 69-ന്റെ 30-31 വാക്യങ്ങൾ വായിക്കാം. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. അപ്പോൾ കാളയേക്കാളും കൊമ്പും കുളമ്പും ഉള്ള ഒരു മൂരിയേക്കാളും ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തി സ്തോത്രം അർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ സ്തോത്രത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ദൈവത്തിന് വളരെ പ്രസാദകരമായ ഒരു യാഗമാണ് സ്തോത്രം എന്ന യാഗം. ഇതിന്റെ ഒന്നാമത്തെ ഒരു ഭാഗമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും എല്ലാ കഷ്ടങ്ങൾക്കായിട്ടും ദൈവത്തെ സ്തോത്രം ചെയ്യുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക, നന്ദി കരയറ്റുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. അപ്പോൾ സ്തോത്രം 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 എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. എന്ത് ചെയ്യണം? തൻ്റെ ഒരു വ്യക്തിയുടെ നടപ്പ് ക്രമപ്പെടുത്തിയിട്ട് ഒരുവൻ സ്തോത്രം പറഞ്ഞാലാണ് അതിനെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി അത് തീരുകയുള്ളൂ. ഇന്ന് അനേക ആളുകളും ദൈവവചനത്തെ കൈകാര്യം ചെയ്യുന്നവരുണ്ട്, ദൈവവചനത്തെ പ്രസംഗിക്കുന്നവരുണ്ട്, രക്ഷ അറിയിക്കുന്നവരുണ്ട്, പ്രബോധിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവം അവിടെ എല്ലാ ഹൃദയങ്ങളിലേക്ക് നോക്കുകയാണ്. എന്താണ് അതിൻ്റെ 50-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ച് വഴിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടകാലം ഉണ്ടാകുന്ന സമയത്ത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ നിരാശപ്പെട്ടു പോകാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടങ്ങളുണ്ടാകും. ചില രോഗങ്ങളാകാം, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, ചില ഒറ്റപ്പെടലുകളാകാം, ചില ഞെരുക്കങ്ങൾ, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നാം ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ടിരിക്കണം. അതൊരു യാഗമാണ്. ഒരു സ്തോത്രം ഒരു വ്യക്തി അർപ്പിക്കുമ്പോൾ ദൈവത്തിന് ഒരു കാളയെ അർപ്പിക്കണമെന്ന് ദൈവം പറയും. നമുക്കൊരു കാളയെ അർപ്പിക്കണമെങ്കിൽ എത്ര ആയിരക്കണക്കിന് രൂപ മുടക്കണം, അല്ലേ? എന്നാൽ നാം അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കഷ്ടകാലം മാറും, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങും, നമ്മുടെ ഞെരുക്കങ്ങൾ മാറും, നമ്മുടെ ദുഃഖങ്ങൾ തീരും, നാം സന്തോഷമുള്ളവരായിട്ട് തീരും. ഇരട്ടിയായിട്ട് ദൈവം നമുക്ക് പ്രതിഫലങ്ങളെ നൽകുന്ന ദൈവമാണ്. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നടപ്പിനെ ക്രമപ്പെടുത്തിയിട്ട് വേണം സ്തോത്രയാഗം അർപ്പിക്കുവാൻ. നമ്മുടെ നടപ്പ് ദൈവസന്നിധിയിൽ വളരെ നീതിയുള്ളതായിരിക്കണം. സങ്കീർത്തനം 50-ന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയണം, എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിക്കുവാൻ, എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുക്കുവാൻ നിനക്ക് എന്ത് കാര്യം? ഇവിടെ അസാഫിന്റെ സങ്കീർത്തനത്തിൽ തന്നെ പറയുകയാണ്, എൻ്റെ ചട്ടങ്ങളെ നീ അറിയിക്കുവാനും എൻ്റെ നിയമത്തെ നിന്റെ നാവിലെടുക്കുവാനും നിനക്ക് എന്ത് കാര്യം? കാരണം നീ നടപ്പ് ക്രമപ്പെടുത്തിയിട്ടില്ല. എന്താണ് അവിടെ പറയുന്നത്? അവിടെ പറയാണ്, ദുഷ്ടനോടാണ് ദൈവം പറയുന്നത്. ഇവിടെ പറയുന്ന ദുഷ്ടൻ എന്ന് പറയുന്നത് അവിശ്വാസിയായിട്ടുള്ള ദുഷ്ടനല്ല, വിശ്വാസികളിൽ തന്നെയുള്ള ദൈവത്തെ അറിഞ്ഞവരെന്ന് പറയുന്നവരിൽ തന്നെയുള്ള ദുഷ്ടനാണ്. എങ്ങനെയാണ് അവർ ദുഷ്ടനായിട്ട് തീരുന്നത്? എബ്രായ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ആർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. അപ്പോൾ ഒരുവൻ അവിശ്വാസം ഉണ്ടാകുമ്പോൾ അവൻ ഉണ്ടാകുന്ന ഹൃദയമാണ് ദുഷ്ടന്റെ ഹൃദയം. ദുഷ്ടന്റെ ഹൃദയമാണ് ദുഷ്ടഹൃദയം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്റെ ഹൃദയം. അത് ദൈവത്തെ അവൻ വിശ്വസിക്കുന്നില്ല. അവനൊരു കഷ്ടകാലം വന്നു, ഞെരുക്കം വന്നപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ നിന്റെ വചനം പ്രസംഗിച്ച ആളല്ലേ, ഞാൻ രക്ഷയുടെ സന്ദേശം അറിയിച്ച ആളല്ലേ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതല്ലേ, ഇപ്പം എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അത് ദൈവത്തിന്റെ ഒരു പ്രോസസ്സിംഗ് ആണ്. നിന്നെ ഒന്ന് നന്നാക്കി എടുക്കുവാൻ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് നീ എന്ത് ചെയ്യണം? നീ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണം, ഈ കഷ്ടകാലത്തിൽ നിന്ന് എന്നെ ചിലത് പഠിപ്പിച്ച് പുറത്തു കൊണ്ടുവരണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾ വിടുവിക്കും. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ ഇരുന്നപ്പോൾ, അടിമത്തത്തിലായിരുന്നപ്പോൾ അവർ നിലവിളിച്ചു, ദൈവം അവരെ വിടുവിച്ചു. മഹാത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ദൈവം അവരെ വിടുവിച്ചു. അതുകൊണ്ട് ദൈവം പറയാണ്, നീ അവിശ്വാസമുള്ളവരോട് ദൈവം പറയാണ്, നീ എൻ്റെ ചട്ടങ്ങളെ നിന്റെ വായിലെടുക്കണ്ട, നീ ഈ രക്ഷയുടെ സന്ദേശം ഒന്നും നീ അറിയിക്കണ്ട, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിക്കുവാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുക്കുവാനും നിനക്ക് എന്ത് കാര്യം? അപ്പോൾ ചില ആളുകൾ വചനം പ്രസംഗിച്ചാലും അവർക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒരു ഘടകമേ ഉണ്ടാവുകയില്ല.
അവർ ഏത് കാര്യത്തിനും അവർ വചനത്തെല്ലാം പിറകിലെറിഞ്ഞു കളയും. വചനം പ്രസംഗിക്കും, പ്രബോധിപ്പിക്കും, ദീർഘസമയം വേണമെങ്കിൽ അവർ മണിക്കൂറുകളോളം അവർ പ്രസംഗിക്കും. പക്ഷെ അവരുടെ ഹൃദയത്തിൽ വിശ്വാസം ഇല്ലാതിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിശ്വാസം ഇല്ലാതിരുന്നാൽ അവർക്കുണ്ടാകുന്ന ഹൃദയത്തിന് പറയുന്ന പേരാണ് ദുഷ്ടന്റെ ഹൃദയം. എബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവിശ്വാസമുള്ള ദുഷ്ടന്റെ ഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. ദൈവത്തെ വിശ്വസിക്കണം. ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്നവനാണ്. ദൈവം നമ്മുടെ സ്ഥിതിയെ വ്യത്യാസപ്പെടുത്തുന്നവനാണ്. ദൈവം തന്റെ സ്ഥിതിയെ മാറ്റുന്നവനാണ്. അവിടെ പറയുകയാണ്, അതിന്റെ അടുത്ത വാക്യങ്ങൾ പറയുകയാണ്, നീ അതിന്റെ 50-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുകയാണ്, കള്ളനെ കണ്ടാൽ നീ അവനോട് അനുകൂലമായിരിക്കും, വ്യഭിചാരിയെ കണ്ടാൽ നീ അവളോട് പങ്കുകൂടും, നിന്റെ നാവ് ദോഷത്തിന് വിട്ടുകൊടുക്കും, നിന്റെ നാവ് വഞ്ചനയെ പിണക്കും. ഇതൊക്കെ ചെയ്തിട്ട് ദൈവം മിണ്ടാതിരിക്കുമ്പോൾ നീ വിചാരിക്കുന്നത് ഞാൻ നിന്നെ പോലെയുള്ള ഒരുവനാണെന്നാ. ഈ ദുഷ്ടത എല്ലാം കാണിച്ചിട്ട് വ്യഭിചാരിയോടുകൂടി കിടക്ക പങ്കിടും, കള്ളനെ കണ്ടാൽ അവനോട് കൂട്ടുകൂടും, നാവിൽ വഞ്ചനയും പിണച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് കയറി സ്റ്റേജിൽ വചനവും പ്രസംഗിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലാണ്ടിരിക്കും. ഇവൻ വിചാരിക്കണ എൻ്റെ പോലെ ദൈവം എന്നാ, എന്ത് വഞ്ചനയും കാണിക്കുക, എന്ത് സൂത്രവും കാണിക്കുക, എന്ത് കപടവും കാണിക്കുക, എന്ത് വ്യഭിചാരവും കാണിക്കുക, ഒരു കുഴപ്പമില്ല, എന്നെ പോലെ തന്നെയാ ദൈവം എന്ന് അവൻ വിചാരിക്കുമെന്ന് ദൈവം പറയാണ്. ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ വിചാരിച്ചുവോ? അതെ, ദൈവം വളരെ ദീർഘക്ഷമയുള്ളവനാണ്. അപ്പോൾ തന്നെ ദൈവം പ്രശ്നമുള്ളവനാണ്, ദൈവം കുഴപ്പമുണ്ടാക്കുന്നവനാണ്. കാരണം ദൈവത്തിൻ്റെ വചനത്തെ പിറകിലെറിഞ്ഞ് കളഞ്ഞിട്ട് ദുഷ്ടന്റെ ഹൃദയവുമായിട്ട് നടക്കാൻ പാടില്ല. അവിടെ പറയുകയാണ്, എന്നാൽ ദൈവം ഇതെല്ലാം നിരത്തി നിന്റെ കണ്ണിന് മുമ്പിൽ വെക്കും. നീ ചെയ്തിരിക്കുന്ന ഈ പാതകങ്ങളെല്ലാം, നീ ചെയ്ത വഞ്ചന, ഈ ചതിവ്, ഈ കപടം, ഈ സൂത്രം, ഈ വ്യഭിചാരം, ഈ മോഷണം, ഇതെല്ലാം ദൈവം നിന്റെ കണ്ണിന് മുമ്പിൽ നിരത്തി വെച്ചിട്ട് ദൈവം പറയും, ദൈവത്തെ മറക്കുന്നവരെ ദൈവം നിന്നെ കീറിക്കളയും, വിടുവിക്കാൻ ഒരു മനുഷ്യൻ പോലും ഉണ്ടാകില്ല. ദൈവം കീറിക്കളഞ്ഞാലത്തെ അവസ്ഥ ഭയങ്കര ദയനീയമായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിനക്ക് ഉണ്ടാകല്ലേ. നിനക്ക് കഷ്ടകാലം ഉണ്ടെങ്കിൽ ആ കഷ്ടകാലത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും. ഇത് അനുഭവത്തിൽ നിന്നും കൂടി പറയുന്ന ഒരു കാര്യമാണ്, അല്ലാണ്ട് ചുമ്മാ കയറി വചനം പറയല്ല. 7.5 വർഷക്കാലം ഭയങ്കരമായ കടബാധ്യതകളിലൂടെ കടന്നുപോയി. എൻ്റെ ചുറ്റുപാടുകളിലുള്ളവരും എൻ്റെ സ്വന്തക്കാരും എൻ്റെ ബന്ധുക്കളും എല്ലാം നിരൂപിച്ചു, ഇവൻ തീർന്നു, ഇവൻ അവസാനിച്ചു എന്ന്. എന്നാൽ ദൈവം എന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. ഞാൻ ദൈവത്തെ വിശ്വസിച്ചു, അവനിൽ ആശ്രയിച്ചു, അവൻ്റെ സ്ഥിതിയെ മാറ്റി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം ഉണ്ടായിട്ട് നീ കള്ളനോട് കൂട്ടുകൂടാൻ പോകില്ലേ, നീ വ്യഭിചാരിയോട് കിടക്ക പങ്കിടാൻ പോകില്ലേ, നീ വഞ്ചനയും ചതിവുമായിട്ട് നടക്കല്ലേ, നീ നിന്റെ ദൈവത്തെ ഭയപ്പെടുക, നീ മാനസാന്തരപ്പെടുക. കർത്താവ് നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുന്നവനാണ്. കാരണം നിന്റെ നടപ്പിനെ നീ ക്രമപ്പെടുത്തിയിട്ട് സ്തോത്രമെന്ന യാഗമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ രക്ഷയെ ദൈവം നിനക്ക് കാണിച്ചു തരും. നീ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ്. ഇന്ന് വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവ്. വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരെ വിശേഷാൽ അനുഗ്രഹിക്കണമേ കർത്താവ്. അങ്ങയുടെ നാമനിമിത്തം അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങൾ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. അവിടുന്ന് നല്ല ദൈവമായതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം, എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം, ഈ പുതിയ പ്രഭാതത്തിനായിട്ട് സ്തോത്രം, പുതിയ കൃപകൾക്കായിട്ട് സ്തോത്രം കർത്താവ്. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവമിച്ച രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ.